നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ ഹെൽമെറ്റ്സ് എല്ലാം പരിചയപ്പെട്ടു. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം റൈഡിംഗ് ഗിയർസ്, അതായത് ജാക്കറ്റ്, ഗ്ലൗസ്, ബൂട്ട്, അതൊക്കെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ജാക്കറ്റിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ആസ്പിഡ. ഇതാണ് നമ്മുടെ ആസ്പിറന്റെ ജാക്കറ്റ് വരുന്നത്. ഇത് അപ്പൊ നമ്മൾ എന്തിനാ ജാക്കറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലോങ് ടൂർ ഒക്കെ പോകില്ലേ, ഹൈവേയിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കണേ നമ്മുടെ തല സേഫ് ആയിരിക്കും. എന്ന് വെച്ച് നമ്മുടെ ശരീരം സേഫ് ആവുന്നില്ല, നമുക്ക് വേണേ എൽബോവും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ജാക്കറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റണ്ട് പഠിക്കുന്നവർക്ക് ജാക്കറ്റ് യൂസ് ചെയ്യണം, പക്ഷെ അവർക്ക് ജാക്കറ്റിനെക്കാട്ടും ബെറ്റർ ഒരു ആർമർ പോലെ ഒരു സാധനം വരുന്നുണ്ട്. അത് നിങ്ങൾ പ്രീ ഓർഡർ ചെയ്ത് എത്തിച്ചേരും അല്ലേ? അപ്പൊ അതായിരിക്കും അവർക്ക് ബെറ്റർ. കാരണം ജാക്കറ്റ് ഇട്ടാൽ അവർ ചൂടെടുത്ത് മരിക്കും. കാരണം ഇത് നമുക്ക് കുറച്ച് ലോങ് പോകുന്നവർക്കൊക്കെയാണ് കംഫർട്ട്. ഇതിനുള്ളിൽ എയർ കയറും, എന്നാലും സ്റ്റണ്ട് ചെയ്യുന്നവരൊക്കെ ആ സ്പോട്ടിൽ തന്നെ സർക്കിൾ അടിക്കും അല്ലേ? ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ചൂടെടുത്ത് അവർക്ക് ഒരു തീരുമാനവും. അപ്പൊ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് പറയാം. ആസ്പിറന്റെ ഇപ്പം ഇത് ഏതാണ് വരുന്നത്? ലെവൽ 2 ആർമർ ആണ് വരുന്നത്. പിന്നെ ഷോൾഡറിൽ പാഡ് വരുന്നുണ്ട്. പിന്നെ ഓക്കെ, ഇവിടെയും പാഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചെസ്റ്റ് പാഡ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം അല്ലെ? ആക്സസറീസ് ആയിട്ട് കാണിച്ചു തരുമോ? ഓക്കെ, ഇതാണ് നമ്മുടെ ചെസ്റ്റ് പ്രൊട്ടക്ടേഴ്സ്, ചെസ്റ്റ് പാഡും അങ്ങനെ പറയാം അല്ലെ? ഇത് നമുക്ക് വെൽക്രോ ആയിട്ട് വെക്കാം അവിടെ. ഓക്കെ, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെസ്റ്റ് പാഡ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ഉള്ളില് നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത്. പിന്നെ നമുക്ക് അതിന്റെ ഉള്ളൊരു റെയിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു കോട്ടിംഗ് കൂടെ വരുന്നുണ്ട്. അപ്പം ഇതിന് എത്ര വാട്ടർ പ്രൂഫ് അല്ലേ? ഇത് മഴയത്തിട്ടുണ്ടോ പോയാലൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇതിന് എത്ര റേറ്റ് വരുന്നത്? 7,999 അല്ലെ? 999. ഇതാണ് നമുക്ക് ആസ്പിഡന്റെ ജാക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നമുക്ക് ചെസ്റ്റ് പാഡ് സെപ്പറേറ്റ് മേടിക്കണം. അതിന് 750 റുപ്പീസ് അല്ലേ? 750 റുപ്പീസ് ആണ്. അത് നമുക്ക് എക്സ്ട്രാ 750 രൂപ നമുക്ക് മേടിച്ച് വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ നിങ്ങൾ ലോങ് ഒക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് വെക്കുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. ബാക്കിലും പാഡ് വരുന്നുണ്ട്. അപ്പൊ നടുവ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കുറച്ച് എയർ കയറുന്ന മെറ്റീരിയലും അല്ലെ? ചൂടെടുത്ത് നമ്മൾ തീരുമാനമാവില്ല. അപ്പൊ നമ്മൾ ലോങ് ഒക്കെ പോകുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഏതാണ് അടുത്ത ഒരു ഹെൽമെറ്റ് ജാക്കറ്റ് വരുന്നത്? അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് സ്കിംറ്ററിന്റെ ആണ്. ഇത് നമുക്ക് ആസ്പിഡന്റെ തന്നെ സബ് ബ്രാൻഡ് അല്ലേ? ആസ്പിഡന്റെ സബ് ബ്രാൻഡ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതാണ് സാധനം. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഇതിൽ നമുക്ക് റെയിൻ കോട്ട് പോലെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മഴയത്ത് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളിൽ സത്യം പറയാൻ മറ്റേന്റെ ഫോമാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. പക്ഷെ ഇതിന് അതിനെക്കാട്ട് റേറ്റ് കുറവാണ്. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റുമെന്നില്ല. പിന്നെ നമുക്ക് സൈഡിൽ പ്രൊട്ടക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്കിലും വരുന്നുണ്ട്. നമുക്ക് നടുവിന്റെ കേസിലും പ്രൊട്ടക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിന് എത്രയായിരുന്നു? ഒരു 6,000 അടുത്ത്. അപ്പൊ 6,000 അടുത്ത് നമുക്കൊരു കുഴപ്പമില്ലാത്ത ഓപ്ഷനാണ്. മറ്റേനെക്കാട്ട് റേറ്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഉള്ളിൽ അത്ര കംഫർട്ട് ഒന്നും വരാത്തത്. ഇത് നമുക്ക് കുറച്ച് ബഡ്ജറ്റിലുള്ളവർക്കാണ് ഇത് ഓക്കെയാണ്. ഇത് നമുക്ക് ആസ്പിഡന്റെ തന്നെ സബ് ബ്രാൻഡ് ആണ്. അപ്പൊ നമുക്ക് ക്വാളിറ്റിയിലെ കേസിലൊന്നും ഒന്നും പറയാനില്ല. അടിപൊളി ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് പിന്നെ വേറെ മോഡൽസ് വരുന്നത്. പിന്നെ വരുന്നത് ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറയാവോ? ഷോൾഡർ പാഡ് വരുന്നുണ്ട്, നീ പാഡ് വരുന്നുണ്ട്, ചെസ്റ്റിലൊരു ചെറിയ പ്രൊട്ടക്ടേഴ്സ് വരുന്നുണ്ട്. ബാക്കിൽ ഒരു നല്ലൊരു പ്രൊട്ടക്ടർ വരുന്നുണ്ട്. അപ്പം ഇതിന്റെ ഉള്ളിലത്തെ ലൈനേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഓക്കെ, ഇത് നമുക്ക് റെയിനിൽ യൂസ് ചെയ്യാവുന്നതല്ലേ? ഓക്കെ, ഇത് XXL സൈസ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ചെസ്റ്റ് പാഡ്സ് ഓൾറെഡി ഉണ്ട്. നമുക്ക് എക്സ്ട്രാ മേടിച്ച് വെക്കണ്ട. ഇവിടെ ഫോണൊക്കെ വെക്കാൻ സ്പേസ് കാണുന്നുണ്ട്. അപ്പം ഇതിന്റെ റേറ്റ് എത്രയാണ്? 9,000 റുപ്പീസ്. ഓക്കെ, അപ്പൊ ഇത് 9,000 റുപ്പീസ് ആണ്. ഇത് അത്യാവശ്യം കുറച്ചും കൂടെ. ഇത് ഏതാ ലെവൽ വരുന്നത്? ലെവൽ 2 ആണ് വരുന്നത്. അപ്പം അതും നമ്മുടെ ആസ്പിഡിയ ലെവൽ 2 ആണ്. അപ്പൊ ഇനി അത് നമുക്ക് ഡിസൈൻ നോക്കി എടുക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാ വരുന്നത്? വേണം. ഓക്കെ, അപ്പം വേണത്തിന്റെ ഫീച്ചേഴ്സ് 6,500. അപ്പം അതിന്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഓക്കെ, നമുക്ക് എല്ലാ ജാക്കറ്റിലും ഷോൾഡറും ഇതും വരുന്നുണ്ടല്ലേ? ഓക്കെ, ബാക്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഉള്ളത് ലൈനേഴ്സും കാര്യങ്ങളൊക്കെ തണുപ്പിന്റെ. പിന്നെ ഇതും റെയിനിൽ യൂസ് ചെയ്യാവുന്നതാണല്ലേ? പിന്നെ ഇതിന് ചെസ്റ്റ് പാഡ്സ് ഓൾറെഡി വരുന്നുണ്ടോ? നമ്മൾ ഇതിന് നമുക്ക് എക്സ്ട്രാ വെക്കണം. ഓക്കെ, ഇത് ഈ സ്ലോട്ടിൽ കൂടെ അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് എക്സ്ട്രാ വെക്കണം. ഇതിനപ്പം 6,000
6,600 ലുക്കും കാര്യങ്ങളൊക്കെ ഇത് അടിപൊളിയാണ്. ഇത് ലെവൽ 2 അല്ലേ? ഇതും ലെവൽ 2 ആണ്. അപ്പൊ ഒരു ബഡ്ജറ്റിൽ ഒരു നല്ലൊരു ജാക്കറ്റാണ് ഇത്. ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ പിന്നെ വേറെ ഏതാ മോഡൽ വരുന്നത്? അപ്പൊ ഇതും നമുക്ക് വെനത്തിന്റെ തന്നെയാണ് വരുന്നത്. ഇതിന് എത്ര റേറ്റ് വരുന്നത്? 7 രൂപ റേറ്റ് കൂടി. അപ്പം അതിനുള്ള ഓക്കെ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ അല്ലേ, മറ്റേനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ പാഡും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ലുക്ക് വൈസ് അടിപൊളിയാണ്. നമുക്ക് ഇവിടെയും ലോക്ക് ചെയ്യാവുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചെസ്റ്റ് പാഡ്സും കാര്യങ്ങളും എക്സ്ട്രാ തന്നെയായിരുന്നല്ലേ. ബാക്ക് പാഡ് ഉണ്ട്, ബാക്കിൽ നമുക്ക് പാഡ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ലൈനേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ പാഡും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു അടിപൊളി. ഇത് റിഫ്ലക്റ്റീവ് അല്ലേ? ഈ ലോഗോ റിഫ്ലക്റ്റീവ് ആണ്. അപ്പൊ നൈറ്റിൽ നമുക്ക് നല്ല റിഫ്ലക്റ്റീവ് ആണ്. ക്യാമറ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് റിഫ്ലക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നൈറ്റിലും സേഫ് ആണ്. നമുക്ക് ലൈനേഴ്സും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതിന്റെ ലൈനേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമുക്ക് കുറച്ച് ഒരു ചൂടും തണുപ്പിനൊക്കെ അല്ലേ. പിന്നെ റെയിൻ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കെല്ലാം ഇപ്പൊ റെയിനിൽ യൂസ് ചെയ്യുന്ന ജാക്കറ്റ്സ് അല്ലേ വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. നമുക്ക് ഇനി ഇത് കഴിഞ്ഞാൽ ഏതാ വരുന്നത്? 5,500 അപ്പം ഇത് നമുക്ക് ആ റേറ്റ് കുറഞ്ഞു വന്നാലും കുഴപ്പമില്ല. ഇത് നമുക്ക് സെപ്പറേറ്റ് മേടിച്ചു വെക്കാൻ പറ്റുമോ? ബാക്കിൽ മേടിച്ചു വെക്കാം. അപ്പൊ അതല്ലേ റേറ്റ് നല്ല കുറഞ്ഞത്. അപ്പൊ ഇതിൽ നമുക്ക് റിഫ്ലക്റ്റീവായിട്ട് ടേപ്പല്ല ഒരു സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല സ്റ്റെൽത്ത് ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ലുക്ക്. പിന്നെ നമുക്ക് ഇതിനകത്ത് ലൈനേഴ്സും കാര്യങ്ങളൊക്കെ എന്താ വരുന്നത്? ഇത് നമുക്ക് ഡയറക്റ്റ് റെയിൻ കോട്ട് മാത്രമുള്ള അല്ലേ. ഓക്കെ, അതാണ് ഇതിന് റേറ്റ് കുറയാനും കാരണം. ആ റീസൺ കൊണ്ടാണ് ഇതിന് റേറ്റ് കുറവ്. പിന്നെ ഇതിന് എത്രയായിരുന്നു? 5,800 നല്ല ലുക്കുള്ള ഒരു ജാക്കറ്റ് തന്നെയാണ്. ഇത് ലെവൽ ഏതാ വരുന്നത്? ലെവൽ 2 തന്നെയാണ് വരുന്നത്. അപ്പം ഒരു ബഡ്ജറ്റ് ഉള്ളവർക്ക് ഇത് നല്ല ഓപ്ഷനാണ്. നമുക്ക് അടുത്ത ജാക്കറ്റ് ഏതാ വരുന്നത്? നമുക്ക് അടുത്ത വരുന്നത് ഫോർവേഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഇത് ഏതാ ലെവൽ 2 തന്നെയാണോ? ലെവൽ 2 ആണ്. അപ്പൊ ഇതിന്റെ നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഷോൾഡറിലും മുട്ടിന്റെ അവിടെയൊക്കെ പ്രൊട്ടക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ പാഡ് വരുന്നുണ്ട്. ഓക്കെ, ബാക്ക് ഒന്ന് കാണിച്ച്. ബാക്ക് നല്ല റെഡ് ലൈനിങ്ങും ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല പാഡ് വരുന്നുണ്ട്. നല്ല ലുക്കാണ്. നമുക്ക് ഓക്കെ ഹിപ്പിന്റെ അവിടെയും ലോക്ക് ചെയ്യാം അല്ലേ. അവിടെ 2 സ്ട്രാപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് പാഡ് നമുക്ക് എക്സ്ട്രാ വെക്കണോ? കമ്പനി തരുന്നുണ്ടോ? നമുക്ക് എക്സ്ട്രാ വെക്കണം. പിന്നെ ലൈനേഴ്സും കാര്യങ്ങളൊക്കെ ഓക്കെ. ഇത് നമുക്ക് വെതർ ലൈനറും പിന്നെ റെയിൻ്റെയും. അപ്പൊ എല്ലാം നമുക്ക് റെയിൻ്റെ യൂസ് ചെയ്യാവുന്നതാണ് വരുന്നത്. അപ്പൊ ഇതിന് പുറത്ത് നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റോറേജ് ആണോ അത് ചെസ്റ്റ് പാഡിന്റെ ആണോ? അല്ലല്ലോ, സ്റ്റോറേജ് അല്ലേ. നമുക്കിവിടെ അത്യാവശ്യം സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലും നമുക്ക് കുറച്ച് ക്യാഷ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ റേറ്റ് 6,500. ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു ബഡ്ജറ്റ് ജാക്കറ്റ് ആണ്. നമുക്കിനി അടുത്തതിലോട്ട് പോകാം. അപ്പൊ നമുക്ക് അടുത്ത് വരുന്ന ജാക്കറ്റാണ് ഇത്. സോളീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറ. നമുക്ക് എല്ലാ ജാക്കറ്റിലും സത്യം പറയുമ്പോൾ ഷോൾഡറും ഇതും വരുന്നുണ്ട്. പിന്നെ ബാക്കില് ബാക്ക് പാഡ് വരുന്നുണ്ട്. ഓക്കെ, ഇത് നല്ല പാഡാണ് വരുന്നത്. പിന്നെ കളർ ബാക്കിയുള്ളതൊക്കെ ബ്ലാക്ക് ആണ്. ഇതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഈ കളർ ഒരു കുറച്ച് ഗ്രേയിഷ് കളറാണ്, ബ്ലാക്കിൽ നിന്ന് മാറി. പിന്നെ നമുക്ക് നേരത്തെ പോലെ ചെറിയ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ നമുക്ക് ചെസ്റ്റ് പാഡ് എക്സ്ട്രാ വയ്ക്കണോ അതോ? ചെസ്റ്റ് പാഡ് നമുക്ക് എക്സ്ട്രാ വെക്കണം. പിന്നെ ലൈനേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു കംഫർട്ടബിളിന് വേണ്ടി ഒരു ലൈനറും ഉണ്ട്. പിന്നെ റെയിൻ ഇല്ല അല്ലെ. ഇതിപ്പോ നമുക്ക് വാട്ടർ പ്രൂഫ് അല്ല. ഈ ഒറ്റ ജാക്കറ്റാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളത് വാട്ടർ പ്രൂഫ് അല്ലാത്ത. പക്ഷെ ലുക്ക് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചെസ്റ്റ് പാഡ് എക്സ്ട്രാ വെക്കണം. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇപ്പൊ നമുക്ക് ജാക്കറ്റ് ഏതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ വരുത്തി തരൂലേ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമുക്കുണ്ട്. നല്ല ഡിസൈനാണ്. ബാക്കിലും കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റീവ് ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഈ സോളിഡിന്റെ ജാക്കറ്റിനെ കുറിച്ച്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാണ് വരുന്നത്? 6,500. അപ്പം 6,500 ഇതിന് നമുക്ക് വാട്ടർ പ്രൂഫ് അല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ ജാക്കറ്റ് നമ്മുടെ ലെവൽ 2 തീർന്നല്ലേ. വേണം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വരുത്തി തരൂലേ. ഓക്കെ, പിന്നെ നമുക്കൊരു സാധാരണ ഒരു ജാക്കറ്റ് ഉണ്ട്, അത് കാണിച്ചു തരാം. നമുക്ക് സാധാ ഒരു ജാക്കറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ലെവൽ 2 കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് ഷോൾഡർ പ്രൊട്ടക്ടർ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് മറ്റേ 4,400 അല്ലേ വരുന്നത്. നമുക്ക് ജസ്റ്റ് കുറച്ച് ഒരു അത്യാവശ്യം സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം, സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്. പക്ഷെ ലെവൽ 2 കാര്യങ്ങളൊന്നും വരുന്നില്ല. ലെവൽ 2 കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് വരുന്നത്. ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളുണ്ട്. ഇത് അതിന്റെ ഒരു സ്റ്റെപ്പ് താഴെയാണ്. അതനുസരിച്ച് റേറ്റും വരുന്നുള്ളൂ. ഇത് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? കുറെ പോക്കറ്റ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് പോക്കറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിൽ നോക്കുവാണെങ്കിൽ റെയിനിൽ യൂസ് ചെയ്യാൻ പറ്റൂല.
ബാക്കി ഇത് നല്ല കംഫർട്ടബിൾ ആണ്. ബാക്കിൽ ഒരു അത്യാവശ്യം നല്ല പാഡ് വരുന്നുണ്ട്. പക്ഷെ ലെവൽ 2ന്റെ അത്രയൊന്നും ഇല്ല. എന്നാൽ ഒരു ചെറിയ വീഴ്ച, ഒരു 40-50 ആ റേഞ്ചിലൊക്കെ വീഴുവാണെങ്കിൽ ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതായിരിക്കും. അപ്പം ഇത് ജസ്റ്റ് ഒരു അത്യാവശ്യം നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം. സേഫ്റ്റി അത്ര ഇതല്ല, പക്ഷെ ആ ഒരു ഇതാണ്. നമ്മൾ എടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഈ ലെവൽ 2, അതായത് എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ലെവൽ 2 ഇതൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഇത് പിന്നെ നമുക്ക് സിറ്റിയിലൊക്കെയാണെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വരുന്നത്? അപ്പൊ നമുക്ക് ജാക്കറ്റ് ഇത്രയാണോ ഉള്ളത്, പിന്നെ ആസ്പിഡിയും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നീ പാഡും കാര്യങ്ങളും കാണിക്കാം. അപ്പൊ നമുക്ക് ജാക്കറ്റ് ഇത്രയാണോ ഉള്ളത്, പിന്നെ ആസ്പിഡിയും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നീ പാഡും കാര്യങ്ങളും കാണിക്കാം. ജാക്കറ്റ്സ് കണ്ടു. അപ്പൊ നമുക്കിനി നീ പ്രൊട്ടക്ടേഴ്സ് ഒക്കെ നോക്കാം. അപ്പം ഇത് നമുക്ക് നീ പാഡ് തുടങ്ങാം. ഇതാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിന് എത്രയാണ്? 1200. അപ്പൊ ഇത് നമുക്ക് നീല് യൂസ് ചെയ്യാം. സ്റ്റണ്ട് പഠിക്കുന്നവർക്കൊക്കെ ഒരു ഷോൾഡറും ഉണ്ട് അതില്. അപ്പൊ നമുക്ക് സ്റ്റണ്ട് പഠിക്കുന്നവർക്ക് അത് നല്ല ഓപ്ഷനാണ്. അപ്പം നീ പാഡും വരുന്നുണ്ട്, ഷോൾഡറിന് വരുന്നുണ്ട്. 4 പീസ്, കൈക്ക് 2, കാലിന് 2. പിന്നെ കുറച്ചും കൂടെ അതിൽ നിന്ന് ബെറ്റർ വരുവാണെങ്കിൽ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ വരുന്നത്. നമുക്കൊന്ന് ഊരി എടുക്കാൻ പറ്റൂലേ? ഇത് നമുക്ക് കാലിനും വരുന്ന മുട്ടിനും വരുന്നുണ്ടല്ലേ. ഇതിപ്പം ഒരു പ്രത്യേക കെട്ടാണുള്ളത്. ഊരിയ പിന്നെ ഇടാൻ ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് കയ്യിലും കാലിലും വെക്കാം. ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് നമുക്ക് 1400 സാധനം കിട്ടുന്നതാണ്. നല്ല സ്ട്രോങ് ആണ് സംഭവം. ഇത് നമുക്ക് ഇപ്പം റൈഡിങ് പാൻസ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള അത്രയ്ക്ക് ഇത് യൂസ് ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു യൂസ് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ നോക്കുവാണെങ്കിൽ ഇതല്ലേ ഉള്ളേ. കുറച്ചും കൂടെ ബെറ്റർ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതുണ്ട്. ഇത് നമുക്ക് ഊരം കാണിക്കും. ഇത് കുറച്ചും കൂടെ നല്ല ഡിസൈൻ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഇതനുസരിച്ച് റേറ്റും കൂടെ ഉണ്ടല്ലേ. ഇതിന് എത്ര വരുന്നത്? 2850 രൂപയാണ്. ഓക്കെ. ഇത് കണ്ടോ, ഇത് കുറച്ച് നല്ല വെറൈറ്റി ലുക്കാണ്. ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ പോലെയല്ലേ. ഇത് നമുക്ക് നല്ലൊരു വെറൈറ്റി ലുക്കും കാര്യങ്ങളും ഉണ്ട്. ഇത് നമുക്ക് ലെഗിന് വേണ്ടി മാത്രം കയ്യിലുള്ളതുണ്ടോ? ലെഗിന്റെ വേണ്ടി മാത്രമാണ്. റൈഡിങ് പാൻസ് ഇല്ലാത്തവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഇതായിരിക്കും അല്ലേ. കളർ ഈ ഒറ്റ കളർ വരുള്ളൂ. നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടോ? വേറെ ഓപ്ഷൻസ് പറഞ്ഞാൽ എത്തിക്കും അല്ലേ. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. ഒരു ട്രാൻസ്ഫോമേഴ്സ് ലുക്ക് ഒക്കെ ഉണ്ട്. മറ്റേ ബംബിൾ ബീന്റെ കാല് പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് നീ പാഡിൽ ഇത്രയാണ് വരുന്നത്. അപ്പൊ ഇനി ഗ്ലൗസും കാര്യങ്ങളും ഇല്ലേ, നമുക്ക് ഗ്ലൗസിലോട്ട് പോവാം. പാഡ്സ് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട്സ് വരുന്നുണ്ട്. അപ്പൊ ബൂട്ട്സിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, 9600 ഇത് നമുക്ക് അത്യാവശ്യം നീ വരെ എത്തുന്നുണ്ട്. ഇവിടെ വെക്കാം. അപ്പം ഇതിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ മെറ്റൽ പ്രൊട്ടക്ടർ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പം ഈ നമ്മൾ നോർമൽ ഷൂസിൽ നിന്ന് ബൂട്ട്സ് എന്തിനാണ് യൂസ് ചെയ്യുന്ന വെക്കുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇത് നമുക്ക് നോർമൽ ഷൂസ് ഉണ്ടാവില്ല ഈ പ്രൊട്ടക്ടറും കാര്യങ്ങളൊന്നും. ഇതൊക്കെ നമ്മൾ ബൂട്ട്സ് ഇട്ടാലേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബൂട്ട്സ് യൂസ് ചെയ്യേണ്ടത്. ഡെയിലി യൂസിനൊന്നും നമുക്കിത് സൂട്ടബിളേ ആയിരിക്കില്ല. ഇത് നമ്മൾ എയറും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. അപ്പൊ ഹോൾ വരുന്നുണ്ട്. ഇത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോങ് ഒക്കെ പോകുന്നവർക്കാണെങ്കിൽ പക്ക കംഫർട്ടബിൾ ആയിരിക്കും. അത് ഇട്ട് വെച്ചാൽ മതി. അതല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഡെയിലി യൂസിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് അവർക്ക് ഇത് സൂട്ടബിൾ ആയിരിക്കില്ല. നമുക്ക് പിന്നെ BBGന്റെ വരുന്നുണ്ട്. ഇതിന് 9000 രൂപ വരുന്നുണ്ട്. ഇത് ലുക്കും കാഴ്ചയൊക്കെ ഇത് ഉള്ളിലത്തെ കണ്ടോ മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഇവിടെയും പ്രൊട്ടക്ടർ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇവിടെയും വരുന്നുണ്ട് പ്രൊട്ടക്ടേഴ്സ് ആയിട്ട്. അത് ഇതിന്റെ അത്രയില്ലെങ്കിലും BBGന്റെ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഇതാണ് BBGനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് BBGന്റെ തന്നെ ഹാഫ് 7000 രൂപ. ഇത് നമുക്ക് കുറച്ചും കൂടി ഡെയിലി യൂസ് ഫ്രണ്ട്ലി ആണ്. കാരണം കാലും മടക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് BBGന്റെ ഹാഫ് വരുന്നത്. നേരത്തെ കാണിച്ച പോലെ അവിടെയും പ്രൊട്ടക്ടേഴ്സ് വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇതാണ് ബൂട്ട്സ്. ഇപ്പൊ നമ്മുടെ ആരും ബൂട്ട്സ് യൂസ് ചെയ്യുന്നില്ല. ബൂട്ട്സ് നമ്മൾ ലോങ് ഒക്കെ പോകണമെങ്കിൽ ബൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഏതാണ്? സ്പൈക്കോന്റെ ഹാഫ്. ഇത് 7950 രൂപ വരുന്നുണ്ട്. ഇതും സെയിം പോലെ ബൂട്ട്സ് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. ജസ്റ്റ് ഈ പ്രൊട്ടക്ടേഴ്സിനാണ് ബൂട്ട്സ് വരുന്നത്. പിന്നെ അത് നോർമൽ ബൂട്ട് അല്ലേ. ഇത് റൊറാസോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് നോർമൽ ബൂട്ടാണ്. ഇത് വലിയ പ്രൊട്ടക്ടറും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു ബഡ്ജറ്റിനൊക്കെ ഒരു ബൂട്ടാണ്. ഇനി നമുക്ക് ഗ്ലൗസിലോട്ട് പോകാം അല്ലെ. ഇപ്പൊ ഗ്ലൗസ് നമുക്ക് ഇതൊക്കെയാണ് വരുന്നത്. ഇതൊരു ബേസിക് ഗ്ലൗസസ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. നല്ലത് വേണം നിങ്ങൾ പറഞ്ഞ് എത്തിച്ചേരൂലേ. ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്റ്റോക്കൊന്നും എത്തിയിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം വരുന്നത്. ഹാഫും സ്റ്റഡ്സിന്റെ ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ലോക്ക്ഡൌൺ ആണ് മെയിൻ ഇഷ്യൂ. എല്ലാവരും കുറെ വരാനുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ഇഷ്യൂ. നമുക്ക് സ്പൈക്ക് കൊണ്ട് വരുന്നുണ്ട്.
ഇതൊക്കെയാണ് നമുക്ക് ഗ്ലൗസും കാര്യങ്ങളും വരുന്നത്. പിന്നെ നമുക്ക് ഗോപ്രോ മൗണ്ട് ചെയ്യാൻ ഉള്ളവർക്ക് ആ ഒരു പീസ് വരുന്നുണ്ട്. നമുക്ക് ഗോപ്രോ അവിടെ മൗണ്ട് ചെയ്യാം. ഇതാണ് ഗ്ലൗസും കാര്യങ്ങളും വരുന്നത്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നല്ലൊരു മോഡൽ കാണിക്കാനില്ല. ഇപ്പൊ കൊറോണയും കാര്യമില്ലായിരുന്നു, കുറെ ഉണ്ടാവായിരുന്നല്ലേ. അപ്പൊ അതാണ് നമ്മുടെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ റൈഡിംഗ് ഗിയേഴ്സ് വരുന്നത് ഇവിടെ. ഇപ്പം കൊറോണ ഇല്ലായിരുന്നു എനിക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണിക്കാനുണ്ടായിരുന്നു. ഇപ്പം ലോക്ക്ഡൌൺ കേസൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ള പ്രൊഡക്ട്സ് ഇതാണ്. വരാനുണ്ട്, VBGന്റെ ഒക്കെ വരാനുണ്ട്. ഹെൽമെറ്റിന് ഇപ്പൊ ഒരുപാട് വരാനുണ്ട്, എത്തിയിട്ടില്ല. അപ്പം ഇത്രയാണ് നമ്മുടെ റൈഡിംഗ് ഗിയേഴ്സിന്റെ വീഡിയോ. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും, അവരെ വിളിച്ച് ചോദിക്കാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഞെക്കുക. അതാകുമ്പോൾ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അൺടിൽ ദെൻ ബൈ.